ഗൈസ്, അപ്പോൾ നമ്മുടെ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്ററിൽ 10 മാർക്ക് കണ്ണടച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് ആൻസേഴ്സ്, അതും സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി വരുന്ന നിങ്ങളുടെ എക്സാംസിലൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് 2 ഫംഗ്ഷൻസ് ആണുള്ളത്, പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും. എല്ലാ ബാങ്കിനെ പോലെ പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബാങ്ക്സിനും എന്താണ് അവരുടെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? അവർ ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റുകളെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആൻഡ് ലെൻഡിങ് ഓഫ് മണി അല്ലെ, തിരിച്ച് എല്ലാവർക്കും ലോൺസ് ആയിട്ടൊക്കെ മണി ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, സേവിംഗ് അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് അക്കൗണ്ട് ഉണ്ട്, റിക്കറിംഗ് അക്കൗണ്ട് ഉണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് പീപ്പിൾസ് ഒക്കെ, അതായത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സേവിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫിക്സഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പീരീഡിലേക്കുള്ളതാണ്. റിക്കറിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസാമാസം ഒക്കെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെ നമ്മൾ നിക്ഷേപിക്കുന്നതാണ്, ഒരു ടൈം പീരീഡിൽ നിക്ഷേപിക്കുന്നതാണ് റിക്കറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ലെൻഡിങ് ഓഫ് മണി, രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ്. മണി എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക്കിന് ലെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അവർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ആയിട്ട്, അതേപോലെ ക്യാഷ് ക്രെഡിറ്റ്സ് ആയിട്ടും അവർക്ക് കടം കൊടുക്കാറുമുണ്ട്. ഇനി സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. ഒന്നാമത്തേത് ചെക്ക് ഫെസിലിറ്റി, രണ്ടാമത്തേത് റെമിറ്റൻസ് ഓഫ് ഫണ്ടും, മൂന്നാമത്തേത് അലൈഡ് സർവീസസും. അപ്പോൾ ചെക്ക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ 2 പോയിന്റ്സ് ഓർത്ത് വെക്കണം, ബെയറർ ചെക്സും ക്രോസ്ഡ് ചെക്സും അല്ലെ. ബെയറർ ചെക്സ് എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ ക്രോസ്ഡ് ചെക്സ് പേ ആരാണോ അയാൾക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ. ഇനി റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് അലൈഡ് സർവീസസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിൽ പേയ്മെന്റ്സ് ആവട്ടെ, ലോക്കർ ഫെസിലിറ്റീസ് ആവട്ടെ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കൂടെ ആര് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് 5-8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇങ്ങനെ ഒന്ന് വരച്ച് വെച്ചാൽ കുറച്ചുകൂടെ രസമായിരിക്കും. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് ആയിട്ട് തന്നെ എഴുതി വെക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് അല്ലെ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം 6 പ്രിൻസിപ്പിൾസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. സോ ദ ഫസ്റ്റ് വൺ ഈസ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അല്ലെ. ഇൻഷുററും ഇൻഷുർഡും എന്ത് ചെയ്യണം? എല്ലാ ഇൻഫർമേഷൻസും അവരെന്തിനാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിന്റെ മൊത്തം ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും അവർ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തേതാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റ് വേണം, അതായത് ആ ഒരു താല്പര്യമുള്ള ഒരു സാധനത്തിൽ വേണം അവരെന്ത് ചെയ്യാൻ? ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷുർഡ് മസ്റ്റ് ഹാവ് എ ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. അതായത് ഇൻഷുറൻസ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് നമ്മളെ ആക്ച്വൽ ലോസിന് മാത്രമാണ്, അല്ലാതെ അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കലൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള ലോസ്, അതായത് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ അതിനെക്കാട്ടിലും കൂടുതൽ പൈസയൊന്നും നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് കിട്ടില്ല, അതിൽ കുറവായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ആക്ച്വൽ ലോസിന് അത് കോമ്പൻസേറ്റ് ചെയ്യും, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ഇൻഷുറൻസിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ അല്ലെ. നമുക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ലോസിന് ശേഷം കോമ്പൻസേഷൻ കിട്ടിയാൽ പിന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ റൈറ്റ്സും ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ആ ഇൻഷുററിന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ 2 ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇഫ് ദർ ആർ മോർ ദാൻ 1 ഇൻഷുറർ എക്സിസ്റ്റ്, ലോസ് എന്ന് പറയുന്നത് അവർ പ്രപ്പോർഷനേറ്റ് ആയിട്ട് സെയിം ആയിട്ട് ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്, അല്ലാതെ 2 ആളും എടുത്തത് കൊണ്ട് ഒരാൾ മാത്രമായിരിക്കില്ല നമുക്ക് തരുന്നത്. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ് അല്ലെ. അപ്പോൾ ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ആ ഒരു ലോസിന്റെ മെയിൻ കോസ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ക്ലെയിം ഉണ്ടാവുക. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ് പറയുന്നത്. സോ ഈ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെച്ചാൽ നാളെ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് സർവീസിൽ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം മറക്കണ്ട, പഠിച്ച് സെറ്റാക്കി വെക്കുക. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം ബൈ.